രണ്ടുപേര് ഒരേ നാട്ടുകാര്, ഒരേ പ്രായം, ഒരേ സാലറി, രണ്ടുപേരും ഒരേ ദിവസം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഒരേ മ്യൂച്വൽ ഫണ്ട്, മാസം 10,000 രൂപ വെച്ച്. എന്നിട്ട് 25 വർഷം കഴിഞ്ഞ് രണ്ടുപേരും അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ ഒരാളുടെ കയ്യിൽ 1.9 കോടി രൂപ, മറ്റേ ആളുടെ കയ്യിൽ 1.1 കോടി രൂപ. 77 ലക്ഷം രൂപയുടെ വ്യത്യാസം. സെയിം ഫണ്ടാണ്, സെയിം എമൗണ്ട് ആണ്, സെയിം 25 വർഷമാണ്. ഇത് ലക്കല്ല, ടൈമിങ്ങും അല്ല, ഒരാള് നല്ല ഫണ്ടിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത കാര്യവുമല്ല. എന്താണ് അവിടെ സംഭവിച്ചത്? ഇത് ഞാൻ ഉണ്ടാക്കിയ കണക്കോ കഥയോ ഒന്നുമല്ല. ഇന്ത്യയിലെ ഒരു വലിയ ഫണ്ട് കമ്പനി തന്നെ, അതായത് ആക്സിസ് മ്യൂച്വൽ ഫണ്ട്, 20 വർഷത്തെ യഥാർത്ഥ ഇൻവെസ്റ്റർ ഡേറ്റ പഠിച്ചിട്ട് അവർ പറഞ്ഞ കാര്യമാണിത്. അവരുടെ ഫണ്ടുകളിലെ 19.1% റിട്ടേൺ ഉണ്ടാക്കിയ അതേ കാലത്ത് ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ശരാശരി ഇൻവെസ്റ്ററിന് കിട്ടിയത് 13.8% മാത്രമാണ്. അതായത് ആ ഫണ്ട് നല്ലപോലെ റിട്ടേൺ ഉണ്ടാക്കിയപ്പോൾ പോലും ഇൻവെസ്റ്റർ അത്രത്തോളം പണം ഉണ്ടാക്കില്ല ഒരേ ഫണ്ടിൽ. അതെന്തുകൊണ്ടായിരിക്കും? ഞാനിപ്പോൾ പറഞ്ഞത് ഇങ്ങനെ പണം ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു ലീക്ക് മാത്രമാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് ഇതേപോലെ 3 ലീക്കുകളുണ്ട്. ആ ലീക്ക് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമല്ല, ഈ വീഡിയോ കഴിയുമ്പോൾ ആ 3 ലീക്കുകൾ കൃത്യമായിട്ട് അടയ്ക്കാനുള്ള സിസ്റ്റവും നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഈ ചാനലിലോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് എങ്കിൽ വെൽക്കം. നമ്മളെ പോലെയുള്ള സാധാരണ ആളുകളുടെ ഫിനാൻസും ലൈഫും ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള വീഡിയോസാണ് ഇവിടെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ലക്ഷക്കണക്കിന് വീഡിയോസിനിടയിൽ ഇനി എന്നെ നിങ്ങൾക്ക് മിസ്സായി പോകാതിരിക്കാനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ചെയ്യാത്തവരും ഒക്കെ സ്ഥിരം വീഴുന്ന 3 ട്രാപ്പുകളുണ്ട്. ഞാനീ പറയാൻ പോകുന്ന ഒന്നിൽ പോലും നിങ്ങൾ വീണിട്ടില്ല എങ്കിൽ ഓൾറെഡി നിങ്ങൾ ഒരുപാട് എഹെഡാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഒന്നാമത്തെ ട്രാപ്പ്, ഫ്രീസ്. അതായത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക്, ഗോൾഡ്, FD, ക്രിപ്റ്റോ. ഇതിൽ എവിടെ ഇടണമെന്ന് അറിയില്ല, എങ്ങനെ ഇത് കമ്പയർ ചെയ്യണമെന്ന് അറിയില്ല, എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല. സോ ഒന്നും ചെയ്യുന്നില്ല എന്ന് കരുതി ഫ്രീസ് ആയിട്ടിരിക്കും. ഇനി രണ്ടാമത്തെ ട്രാപ്പാണ് എല്ലാം റിസ്കിയാണ് എന്ന് കരുതുന്നത്. ഈ ശരിയായ ഇൻവെസ്റ്റ്മെന്റുകളും സ്കാമുകളും പ്രോപ്പറായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇനി തിരിച്ചറിയാൻ സാധിക്കാതെ കഷ്ടകാലത്തിന് ആദ്യമായിട്ട് പോയി കയറി പിടിക്കുന്നത് ഒരു സ്കാം ആണ് എങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കയ്യിലുള്ള എല്ലാ പണവും ഒന്നിൽ സേവിങ്സ് അക്കൗണ്ടിലിടും, അതല്ലെങ്കിൽ FDയിലിടും. അതാണ് രണ്ടാമത്തെ ട്രാപ്പ്. ഇനി ട്രാപ്പ് നമ്പർ 3, ഫോമോ. ഫോമോ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അതായത് കുറേ നാൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ പല കാരണത്താൽ മാറി നിൽക്കും. പിന്നെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് നമ്മുടെ അടുത്ത് എന്ന് പറയും, ഞാൻ ക്രിപ്റ്റോയിലിട്ട കുറേ പൈസ ഡബിളായി. അത് കേൾക്കുമ്പോൾ ഓടിപ്പോയി ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് ഒരുപാട് മുകളിലോട്ട് പോയി എന്ന് ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ ഓടിപ്പോയി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ എല്ലാവരേക്കാളും പുറകിലായി പോകുമോ എന്നൊരു മിസ്സിങ് ഔട്ട് ഫീലിംഗ് കാരണം റാൻഡമായിട്ട് അപ്പോൾ കേൾക്കുന്നിടത്തൊക്കെ പോയി ഇൻവെസ്റ്റ് ചെയ്യും. ഇതാണ് മൂന്നാമത്തെ ട്രാപ്പ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ 3 ട്രാപ്പിൽ ഒന്നിലും നിങ്ങൾ വീണിട്ടില്ല എങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരുപാട് മുന്നിലാണ്. ഇനി വീണിട്ടുണ്ട് എങ്കിൽ ഇനി വീഴാതെ നോക്കുക. ഇനിയാണ് നമ്മുടെ ലീക്കുകളെ പറ്റി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ലീക്കാണ് ഏറ്റവും സൈലന്റ് ആയത്. നമ്മളിപ്പോൾ സേഫ് എന്ന് വിളിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെയാണ് ഈ ലീക്ക് തുടങ്ങുന്നത്. അപ്പോൾ ലീക്ക് നമ്പർ 1, ദ സൈലന്റ് ലീക്ക്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് റിസ്ക് ഉണ്ടാകുന്നത്. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ റിസ്ക് ഒന്നും ഇല്ലല്ലോ എന്നായിരിക്കാം. പക്ഷെ അത് തെറ്റാണ്. ഇൻവെസ്റ്റിങ്ങിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ വില, അതായത് ഞാൻ റിസ്ക് എടുക്കുന്നില്ല, എൻ്റെ പണം ബാങ്കിൽ സേഫ് ആയിട്ടിരിക്കട്ടെ, ആ ആൾ എടുക്കുന്നത് ഒരു വലിയ റിസ്ക് ആണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. റൂൾ ഓഫ് 72 എന്നൊരു ട്രിക്ക് ഉണ്ട്. 72നെ നമ്മൾ ഇൻഫ്ലേഷൻ റേറ്റ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. നമ്മുടെ പണത്തിൻ്റെ വാല്യൂ പകുതിയാവാൻ എത്ര വർഷം എടുക്കും എന്നാണ് അത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ഏകദേശം 4% എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. വേണ്ട, 4% എടുത്താൽ ഒരുപാട് കുറഞ്ഞു പോകും. കഴിഞ്ഞ 25 വർഷത്തെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അത് 5.8% ആണ്. നമുക്ക് അതെടുക്കാം. അപ്പോൾ നമ്മൾ 72നെ 5.8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അതായത് 12 എന്ന് വെച്ചാൽ നമ്മുടെ ലോക്കറിലിരിക്കുന്ന 10 ലക്ഷം രൂപ 12 വർഷം കഴിയുമ്പോഴേക്ക് ആ 10 ലക്ഷം തന്നെ ആയിരിക്കും. പക്ഷേ അതിന് വാങ്ങിത്തരാൻ പറ്റുന്നത് ഇന്നത്തെ 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മാത്രമായിരിക്കും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ലീക്കിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് ഇൻവിസിബിൾ ലീക്കാണ്. ഇങ്ങനെ ഒരു ലീക്ക് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും ഡേഞ്ചറസ് ആവുന്നത്. അപ്പോൾ ഈ ലീക്കിൻ്റെ പേരെന്താണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതാണ് ഇൻഫ്ലേഷൻ. ഇനി ഈ ലീക്ക് അടയ്ക്കാൻ ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഇൻഫ്ലേഷനേക്കാളും വേഗത്തിൽ വളരുന്ന എന്തെങ്കിലും കണ്ടെത്തി അതിൻ്റെ ഓണർ ആവാൻ ശ്രമിക്കുക എന്നത് മാത്രമാണ്. ഞാനൊരു കണക്ക് പറയാം. മാസം 10,000 രൂപ SIP നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഫണ്ടിൽ നമ്മൾ ഇട്ടാൽ നിഫ്റ്റിയുടെ കഴിഞ്ഞ 20 വർഷത്തെ CAGR ഏകദേശം 12.4% ആണ്. അപ്പോൾ നമുക്ക് 12% എന്ന് എടുക്കാം. നമ്മൾ 10 വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്തത് എങ്കിൽ നമ്മൾ ടോട്ടൽ ഇട്ടത് 12 ലക്ഷം രൂപയാണ്. അത് ഏകദേശം 23 ലക്ഷം രൂപയായി മാറും. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 20 വർഷമാണ് എങ്കിൽ ഇട്ടത് മുഴുവൻ 24 ലക്ഷം രൂപയാണ്. അത്
99 ലക്ഷം രൂപയായി മാറും. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് 25 വർഷമാണെങ്കിൽ ഇട്ടത് 30 ലക്ഷം രൂപയാണ്. അത് ഏകദേശം 1.9 ക്രോസ്, അതായത് 1.9 കോടി രൂപയായിട്ട് മാറും. അതായത് 10 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്നും 20 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയപ്പോഴേക്കും പണം ഏകദേശം ഡബിളായി. ആ പണത്തിന്റെ വാല്യൂ 4 ഇരട്ടിയായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ശരിക്കും പറഞ്ഞാൽ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ആദ്യത്തെ വർഷങ്ങളിലൊന്നും ഈ കോമ്പൗണ്ടിങ് നടക്കുന്നതായിട്ട് പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. പിന്നെ മുന്നോട്ട് പോകും തോറും ഈ ടൈം നമുക്ക് വേണ്ടിയിട്ട് പണിയെടുത്ത് തുടങ്ങും. അങ്ങനെ നമ്മുടെ പണം വളർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഏകദേശ കണക്കാണ്. 12% എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺസ് ഒന്നും അല്ല. അത് മാത്രമല്ല, ഗ്യാരണ്ടി എന്ന് വാക്ക് പറയുന്ന ഒരാളെയും നിങ്ങൾ മാർക്കറ്റിൽ വിശ്വസിക്കുകയും ചെയ്യരുത്. അപ്പോൾ അടുത്ത ചോദ്യം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എങ്കിൽ ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള ചോദ്യം തന്നെ തെറ്റാണ്. നിങ്ങളൊരു തുടക്കക്കാരനാണ് എങ്കിൽ ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഏത് കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിക്കും എന്നൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റിംഗിൽ പോലും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പോലും അങ്ങനെ ഏറ്റവും മികച്ച സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അവർക്ക് പോലും തെറ്റുകൾ പറ്റാറുണ്ട്. അപ്പോൾ അത്രത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് തെറ്റ് പറ്റുമെങ്കിൽ തുടങ്ങുന്ന ഒരു സാധാരണക്കാരൻ എന്ത് ചെയ്യും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഏത് കമ്പനി ആയിരിക്കും ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം എല്ലാം ഒരുമിച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുക. അതിനെയാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഇപ്പം നിഫ്റ്റി 50 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഫണ്ട്, അത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ 50 കമ്പനീസിന്റെ ഒരു കഷണമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ആ 50 കമ്പനിയിൽ ഒരു കമ്പനി ഒരുപാട് താഴേക്ക് പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത 6 മാസത്തിനകം ആ ലിസ്റ്റിൽ നിന്ന് അത് പുറത്തു പോകും. അടുത്ത കമ്പനി ആയിരിക്കും ആ ലിസ്റ്റിലേക്ക് അകത്ത് കയറി വരാൻ പോകുന്നത്. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ജയിക്കുന്ന കമ്പനീസിനെ കണ്ടുപിടിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജയിക്കുന്നത് ആരായാലും നിങ്ങളുടെ ബാസ്ക്കറ്റിൽ അത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലീക്ക് 1 എന്താണ് എന്ന് കണ്ടു, അത് അടയ്ക്കാനുള്ള മാർഗവും നമ്മൾ കണ്ടു. ഇൻഡെക്സ് ഫണ്ടിൽ SIP ചെയ്യുക, നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ. പക്ഷെ നമ്മൾ വീഡിയോ തുടങ്ങിയ സമയത്ത് 2 പേരും ഇതേപോലെ ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. എന്നിട്ടും ഒരാൾക്ക് 77 ലക്ഷം രൂപ കുറഞ്ഞതായിട്ട് നമ്മൾ കണ്ടു. അതിന്റെ കാരണം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മുന്നോട്ടുള്ള ലീക്കുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ലീക്ക് നമ്പർ 2, ഇൻവെസിബിൾ കമ്മീഷൻ. ഈ രണ്ടാമത്തെ ലീക്ക് എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരനും ആദ്യം സംഭവിക്കുന്ന ഒരു ലീക്കാണ്. ഇത് ഒരൊറ്റ വാക്കിലാണ് ഇരിക്കുന്നത്, റെഗുലർ. എല്ലാ മ്യൂച്വൽ ഫണ്ടുകൾക്കും 2 വെർഷൻസ് ഉണ്ട്. 2 വെർഷനിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. റെഗുലർ പ്ലാനും ഉണ്ട്, ഡയറക്റ്റ് പ്ലാനും ഉണ്ട്. ഒരേ ഫണ്ട് തന്നെയാണ്, ഒരേ മാനേജർ തന്നെയാണ്, സെയിം സ്റ്റോക്ക് തന്നെയാണ്. ഒറ്റ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. റെഗുലർ പ്ലാനിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് കമ്മീഷൻ പോകും. ആ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ബിഹാഫിലായിരിക്കും നമ്മളിത് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ കമ്മീഷൻ പോകുന്നത്. അദ്ദേഹം അല്ലെങ്കിൽ ആ കമ്പനിക്ക് ആ കമ്മീഷൻ പോകുന്നത്. കൃത്യമായിട്ട് ആ കമ്മീഷൻ എത്രയാണ് എന്ന് ആ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോയിൽ പറഞ്ഞിട്ടും ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ബിഗിനർ ചിലപ്പോൾ അത് ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. നമ്മൾ ഇന്ത്യയിലെ 500-ലധികം സ്കീംസ് എടുത്തു നോക്കിയാൽ ഇക്വിറ്റി ഫണ്ട്സിൽ ഈ വ്യത്യാസം ഓൺ ആൻ ആവറേജ് 0.65% ആണ്. അതായത് നിങ്ങളൊരു ഡയറക്റ്റ് ഫണ്ടോ റെഗുലർ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 0.65% ആണ്. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, കഷ്ടിച്ച് 0.5%-നേക്കാളും കുറച്ച് വലിപ്പം മാത്രം, അതൊരു വലിയ കാര്യമാണോ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ നമുക്ക് കണക്കെടുത്ത് നോക്കാം. 10,000 രൂപ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ 25 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു. 12% പകരം 11.35% ആയാൽ 1.9 കോടി എന്നത് 1.69 കോടിയായിട്ട് കുറയും. അതായത് വെറും 0.65% എന്ന് നമ്മൾ പറയുന്നത് അത് കൊണ്ടുപോയത് 21 ലക്ഷം രൂപയാണ്. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ 0.65 അതല്ലെങ്കിൽ ഈ എക്സ്പെൻസ് റേഷ്യോയുടെ വലിയ വ്യത്യാസമോ ഒക്കെ വരുന്നത് ആക്റ്റീവ്ലി മാനേജ്ഡ് ആയിട്ടുള്ള ഫണ്ടുകളാണ്. നമ്മൾ ലീക്ക് 1 അടയ്ക്കാൻ വേണ്ടി പറഞ്ഞ ഇൻഡെക്സ് ഫണ്ടിൽ ഈ വ്യത്യാസം മിക്കവാറും കുറവാണ്. ഏകദേശം 0.1 0.2 ഒക്കെ മാത്രമേ കാണുള്ളൂ. കാരണം അത് ആക്റ്റീവ്ലി മാനേജ്ഡ് അല്ല, അത് പാസീവ്ലി മാനേജ്ഡ് ഫണ്ടുകളാണ്. ആക്റ്റീവ്ലി മാനേജറും പാസീവ്ലി മാനേജറും ഒക്കെ എന്താണ് എന്ന് കുറച്ചുകൂടെ ഡെപ്തിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ബിഗിനേഴ്സിന്റെ പ്ലേലിസ്റ്റ് നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കിയാൽ മതി. അവിടെ ഈ കാര്യങ്ങളൊക്കെ ഇൻ ഡെപ്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ക്വിക്കായിട്ടൊന്ന് പറയാം. പാസീവ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ത്യയിലെ ടോപ്പ് കമ്പനീസിന്റെ ലിസ്റ്റ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അത് തന്നെയാണ് നമ്മളിവിടെ റെപ്ലിക്കേറ്റ് ചെയ്ത് അവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫണ്ട് മാനേജർക്ക് പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അതിനെയാണ് നമ്മൾ പാസീവ്ലി മാനേജർ ഫണ്ട് എന്ന് പറയുന്നത്. ആക്റ്റീവ്ലി മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണ്ട് മാനേജർ ഒരുപാട് പണിയെടുത്തിട്ടാണ് ഈ ബാസ്ക്കറ്റിൽ ഏതൊക്കെ ഫണ്ട് ഇടണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ പൈസ നമ്മുടെ നിന്ന് മേടിക്കും. അങ്ങനെയുള്ള ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ടുകളിൽ നമ്മൾ റെഗുലർ ആണ് പിക്ക് ചെയ്യുന്നത് എങ്കിൽ അവിടെ വീണ്ടും എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും, അത്രമാത്രം. നല്ലൊരു നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിന്റെ ഡയറക്റ്റ് പ്ലാൻ നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെ എക്സ്പെൻസ് റേഷ്യോ 0.05%-ൽ താഴെ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അത് വളരെ കുറവാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം എല്ലാം ഏകദേശം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നീണ്ട കാലത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ഡയറക്റ്റ് എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. ഈ ലീക്ക് കാരണം
കാരണം നമ്മുടെ നീണ്ടകാലത്തെ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാവുന്ന ആ ഒരു പ്രോബ്ലം തടയാൻ ഈ ഒരൊറ്റ ടിക്ക് മാർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ലീക്ക് എന്താണെന്ന് മനസ്സിലായി, അത് അടയ്ക്കാനുള്ള മാർഗവും നമ്മൾ കണ്ടു. ഇനി മൂന്നാമത്തേത്, ആദ്യം തന്നെ പറയാം, ഇതാണ് ഏറ്റവും വലുത്. ആദ്യത്തെ രണ്ടും ചേർന്ന് ചോർത്തുന്നതിനേക്കാൾ കൂടുതൽ ഇത് ഒറ്റയ്ക്ക് ചോർത്തും. ഇത് ബാങ്കിലും ഫോമിലും ഒന്നും അല്ല ഇരിക്കുന്നത്, ഇത് നമ്മുടെ കണ്ണാടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ലീക്ക് നമ്പർ 3, ദ മിറർ ലീക്ക്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആക്സിസിന്റെ പഠനത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. 2003 മുതൽ 2022 വരെ 20 വർഷം അവർ നോക്കിയത് രണ്ട് കാര്യങ്ങളാണ്. ഫണ്ട് ഉണ്ടാക്കിയ റിട്ടേണും ആ ഫണ്ടിൽ ഇരുന്ന ഇൻവെസ്റ്റർ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയ റിട്ടേണും. രണ്ട് കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊന്ന് ചെയ്ത് ചോദിക്കുക, ഇത് രണ്ടും സെയിം ആയിരിക്കണം. പക്ഷേ അങ്ങനെയല്ല അവർക്ക് കിട്ടിയത്. ഫണ്ടുകൾ ഉണ്ടാക്കിയതിന്റെ ആവറേജ് 19.1% ആയിരുന്നപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാക്കിയത് 13.8% മാത്രമാണ്. പെർ ഇയർ ആണ്. 5.3% വ്യത്യാസം. 20 വർഷം കൊണ്ട് അത് എത്രയായിരിക്കും? 10 ലക്ഷം രൂപ ഇട്ട ഒരാൾക്ക് 3.3 കോടി രൂപയ്ക്ക് പകരം കിട്ടിയത് 1.3 ക്രോസ് മാത്രമായിരിക്കും. അത് എന്തായിരിക്കും കാരണം? അത് ഫണ്ടിന്റെ കുഴപ്പമല്ല, ഇൻവെസ്റ്ററിന്റെ പെരുമാറ്റമാണ്. പലപ്പോഴും ആളുകൾ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് പേടിച്ച് കയ്യിലുള്ളതെല്ലാം വിൽക്കും. തിരികെ കയറുന്ന സമയത്ത് തിരികെ ധൈര്യം വരും, അപ്പോൾ വീണ്ടും വാങ്ങും. ഹൈയിൽ ബൈ ചെയ്യും, ലോയിൽ സെല്ല് ചെയ്യും. ശരിക്കും ചെയ്യേണ്ടതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ആളുകൾ ചെയ്യുന്നത്. ആ ഫണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇൻവെസ്റ്റർ അകത്തോട്ടും പുറത്തോട്ടും ചാടിക്കൊണ്ടേയിരുന്നു. മോശം ടൈമിംഗ് കാരണം അവർക്ക് വലിയ നഷ്ടവും ഉണ്ടായി. മോർണിംഗ് സ്റ്റാറിന്റെ മറ്റൊരു കണക്കും ഇതിനൊപ്പം തന്നെ ഇതേപോലെ തന്നെ പറയുന്നുണ്ട്. ഒരു ഫണ്ട് 3 വർഷത്തിൽ 40% റിട്ടേൺസ് ഉണ്ടാക്കി. അതിലെ ശരാശരി ഇൻവെസ്റ്ററിന് കിട്ടിയത് 20% മാത്രം. കാരണം എന്താണ്? ആ ഫണ്ടിലേക്ക് വന്ന പണത്തിന്റെ 75% വന്നത് അവസാനത്തെ ഒരു വർഷത്തിലാണ്. അതായത് കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് അതിന്റെ പ്രൈസ് മുകളിലോട്ട് കയറും എന്ന് മനസ്സിലായതിന് ശേഷമാണ്. ഇതേപോലെ 2020 മാർച്ച് ഓർമ്മയുണ്ടോ? നമ്മുടെ കോവിഡ് ക്രാഷ്. ജനുവരിയിലെ 12,430 നിന്ന് മാർച്ച് 23 നിഫ്റ്റി 7,610 വീണത്. 38% ഇടിവ്. വെറും 46 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട്. അന്ന് 2 തരം ആളുകളുണ്ടായിരുന്നു. പേടിച്ച് കയ്യിലുണ്ടായിരുന്ന എല്ലാം വിറ്റുപോയ ആളുകളുണ്ട്. അന്ന് അവർ ചെയ്തത് സത്യം പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അവർ 2 കൈ കൊണ്ട് നീട്ടി ലോക്ക് ചെയ്ത് വാങ്ങിക്കുകയായിരുന്നു. അതേസമയം SIP അതേപോലെ കണ്ടിന്യൂ ചെയ്ത മനുഷ്യരും ഉണ്ടായിരുന്നു. 10 മാസം കൊണ്ട് നിഫ്റ്റി പഴയ നിലയിലേക്ക് തിരിച്ചെത്തി. ഒറ്റ വർഷം കൊണ്ട് ആ താഴ്ചയിൽ നിന്ന് ഏകദേശം ഡബിൾ ലെവലിലേക്ക് അത് തിരിച്ചു കയറുകയും ചെയ്തു. രണ്ട് കൂട്ടരും ചെയ്തത് സെയിം ഫണ്ടിൽ ഇൻവെസ്റ്റിംഗ് തന്നെയായിരുന്നു. പക്ഷേ ഡിഫറൻസ് വന്നത് മാർക്കറ്റിലല്ല, അവര് ആവശ്യമില്ലാതെ ചെയ്ത ആ ഒരു പ്രവൃത്തിയാണ്. ഇനി ഒരു ചോദ്യം ചോദിക്കാം, ഓണസ്റ്റ് ആയിട്ട് ഉത്തരം പറയണം. മാർക്കറ്റ് 40% ഇടിഞ്ഞു എന്ന് കേൾക്കുന്നു. നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 10 ലക്ഷം രൂപ 6 ലക്ഷം രൂപയായി എന്ന് ആപ്പിൽ കാണിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും അടുത്തത് ചെയ്യാൻ പോകുന്നത്? ആ സെല്ല് ചെയ്യുന്ന ബട്ടൺ തൊടാതെ ഇരിക്കാൻ സാധിക്കുമോ? ഇരിക്കും എന്ന് ഇപ്പോൾ പറയാൻ എളുപ്പമാണ്. ശരിക്കും റിയാലിറ്റിയിൽ അങ്ങനെ വരുന്ന സമയത്ത് ഹാർട്ട് റേറ്റ് കൂടും, കൈ വിറയ്ക്കും. വാട്സാപ്പിൽ എല്ലാവരും എല്ലാം നഷ്ടപ്പെടുന്നതിന് മുമ്പ് വിറ്റ് രക്ഷപ്പെടാം എന്ന് പറയുന്ന ആളുകളുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ലീക്കിന്റെ പരിഹാരം നമ്മൾ വിൽ പവർ ഉണ്ടാക്കിയെടുക്കുക, ഇതൊരിക്കലും വിൽക്കില്ല എന്ന് തീരുമാനിക്കുക എന്നുള്ളതൊന്നുമല്ല. വിൽ പവർ ഒന്നും വേണ്ടാത്ത ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതിന്റെ പേരാണ് ഓട്ടോമേഷൻ. SIP ഓട്ടോ ഡെബിറ്റ് ചെയ്യുക. സാലറി വരുന്ന അടുത്ത ദിവസം തന്നെ നിങ്ങളുടെ മൂഡ് ചോദിക്കാതെ, മാർക്കറ്റിന്റെ മൂഡ് ചോദിക്കാതെ, വാട്സാപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജ് നോക്കാതെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പണം എടുത്ത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് പോകുന്നു. അവിടെ നിന്ന് SIPയിലേക്ക് പണം പോകുന്നു. സത്യം പറഞ്ഞാൽ മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുന്ന മാസം കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ യൂണിറ്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. മാർക്കറ്റ് മുകളിലേക്ക് കയറിയ മാസമാണ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വളരെ കുറച്ച് യൂണിറ്റ്സ് മാത്രം നമുക്ക് കിട്ടുന്നത്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ബെനിഫിഷ്യൽ. അപ്പോൾ ഇങ്ങനെ ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസിഷൻ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിസിഷൻ തെറ്റാനും പോകുന്നില്ല. ഡിസിഷൻ എടുക്കാനുള്ള അവസരം ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് ഈ ഓട്ടോമേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചേറെ കാര്യങ്ങൾ പഠിച്ചു. ആ സിസ്റ്റം മുഴുവൻ നമുക്ക് ഒരുമിച്ച് വെച്ച് 5 സ്റ്റെപ്പിലേക്ക് കൊണ്ടുവരാം. ഇന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്റ്റെപ്പ് 1, ആദ്യം ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. 6 മാസത്തെ ചെലവിനുള്ള പണം FDയിലോ ലിക്വിഡ് ഫണ്ടിലോ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇതില്ലാതെ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു ഹോസ്പിറ്റൽ കേസ് വരികയോ ഒരു മെഡിക്കൽ എമർജൻസിയോ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ പിൻവലിക്കേണ്ടതായിട്ടും ചിലപ്പോൾ ലോസും വന്നേക്കാം. സ്റ്റെപ്പ് 2, പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രോക്കറിന്റെ കീഴിൽ ഒരു അക്കൗണ്ട് തുടങ്ങുക. ഒരൊറ്റ കാര്യം മാത്രം ഉറപ്പാക്കുക, ഡയറക്റ്റ് പ്ലാൻ തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി സ്റ്റെപ്പ് 3, തുടക്കക്കാരാണ് എങ്കിൽ ആവശ്യമില്ലാത്ത ഗസ് വർക്ക് ഒന്നും നടത്താതെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് കയറി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ഫണ്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഏറ്റവും കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോയിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, സാധാരണക്കാർക്ക് ചെയ്യാൻ വളരെ എളുപ്പമുള്ള മാർഗ്ഗമാണ്. ഇനി സ്റ്റെപ്പ് 4, SIP ഓട്ടോ ഡെബിറ്റ് ആക്കി വെക്കുക. പണം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും 1000 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും നേരെ SIPയിലേക്ക് പോകുന്ന പോലെ സെറ്റപ്പ് ചെയ്ത് വെക്കുക. ഇനി സ്റ്റെപ്പ് 5, ഒന്നും ചെയ്യരുത്. ആപ്പ് എല്ലാ ദിവസവും തുറക്കരുത്. ന്യൂസ് കേട്ടാൽ ഉടനെ ആപ്പിൽ കയറി മുകളിലോട്ടാണോ
താഴോട്ടാണോ നമ്മുടെ പണം പോയത് എന്ന് നോക്കാനും നിൽക്കരുത്. 3 മാസം കൂടുമ്പോൾ റിവ്യൂ ചെയ്യുക, അത്രമാത്രം ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മൾ ഇന്ന് 3 ലീക്കുകൾ പഠിച്ചു, അതിൻ്റെ സൊല്യൂഷനും മനസ്സിലാക്കി. ഇതിൽ ഏതൊക്കെ ലീക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ പറയുക. അതല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇതല്ലാത്ത വേറെ ഏതെങ്കിലുമൊക്കെ ലീക്ക് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും പറയുക. കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അത് ഉപകാരമാവട്ടെ. ഇനി അടുത്ത ഏത് ടോപ്പിക്കിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കണം എന്നും നിങ്ങൾക്ക് പറയണം എന്നുണ്ടെങ്കിൽ അതും കമന്റിൽ അറിയിക്കുക. ഇൻവെസ്റ്റിംഗ് എങ്ങനെ ചെയ്യും എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റ് ആണ് ഇവിടെ കാണുന്നത്. വേറെയും ഒരുപാട് പ്ലേലിസ്റ്റുകൾ നമ്മുടെ ചാനലിലുണ്ട്. സമയം പോലെ എല്ലാം ചെക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.